സുഹൃത്തുക്കളെ, യൂട്യൂബിൽ ഒരു അടിപൊളി അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളെ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്നറിയണ്ടേ, നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത യൂട്യൂബ് ഷോർട്സിൻ്റെ തംബ്നെയിൽസ് നമുക്ക് ഇനി നമ്മുടെ ഇഷ്ടം പോലെ മാറ്റാം. ഒരിക്കൽ നമ്മൾ അപ്ലോഡ് ചെയ്താൽ പിന്നെ മാറ്റാൻ പറ്റുന്നതല്ലായിരുന്നു നമ്മുടെ ഷോർട്സ് തംബ്നെയിൽസ്. പക്ഷേ യൂട്യൂബ് അതിനൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത തംബ്നെയിൽ അല്ലായിരുന്നു അന്ന് ഈ ഷോർട്സിൽ വന്നത്. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അത് എഡിറ്റ് ചെയ്യാനും ഞാൻ മറന്നു. ഇനി അത് എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. തംബ്നെയിൽ ചേഞ്ച് ചെയ്യേണ്ട ഷോർട്സ് സെലക്ട് ചെയ്ത് എഡിറ്റ് എടുത്ത ശേഷം തംബ്നെയിൽ പിക്കിൻ്റെ മുകളിലുള്ള പെൻസിൽ ബട്ടൺ, അതായത് എഡിറ്റ്, അതിൽ ക്ലിക്ക് ചെയ്ത് ഷോർട്സിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം തംബ്നെയിലായി സെലക്ട് ചെയ്യാം. അതിനുശേഷം പേജിന് മുകളിലുള്ള ടിക്ക് ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ചെയ്യുക. താഴെ ചേഞ്ചസ് സേവ്ഡ് എന്ന് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചേഞ്ചസ് സേവ്ഡ് എന്ന് വന്നാൽ നിങ്ങളുടെ ഷോർട്സ് തംബ്നെയിൽ ചേഞ്ച് ആയി എന്നാണ്. നമുക്കിനി മറ്റൊരു ഷോർട്സിൻ്റെ തംബ്നെയിൽ ചേഞ്ച് ചെയ്യാം. ഷോർട്സിൻ്റെ വലത് സൈഡിലുള്ള 3 ബട്ടൺ പ്രസ് ചെയ്യുക, എഡിറ്റ് എടുക്കുക, തംബ്നെയിലിൻ്റെ മുകളിലുള്ള പെൻസിൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബോർഡിൽ നിന്നും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം തംബ്നെയിലായി സെലക്ട് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോയിലും സ്റ്റാർട്ടിംഗ് ഭാഗത്താണ് തംബ്നെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യ ഭാഗം സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അതിനായി ആ റെക്റ്റാങ്കിൾ ബോക്സ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സ്ക്രോൾ ചെയ്താൽ മാത്രം മതി. പുതിയ തംബ്നെയിൽ സെറ്റ് ചെയ്ത ശേഷം ചേഞ്ചസ് സേവ്ഡ് എന്ന് വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ ഷോർട്സിലെല്ലാം യൂട്യൂബ് ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്ത തംബ്നെയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയം എനിക്കത് ചേഞ്ച് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഒരിക്കൽ അപ്ലോഡ് ആയാൽ പിന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ലായിരുന്നു. തംബ്നെയിൽ സെലക്ട് ചെയ്ത ശേഷം ടിക്ക് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത തംബ്നെയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ മാത്രമേ സേവ് ചെയ്യാവൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോസിലേക്ക് പോകുവാനായി നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് മാനേജ് വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.